ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഡോക്ടർ തൻ്റെ പേജിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 ദിവസം മുമ്പ്, അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പുള്ളിയും ഡോക്ടറും ചേർന്നുള്ള 2-3 വീഡിയോ ക്ലിപ്പുകൾ കണ്ടായിരുന്നു. വേറെ ആരുമല്ല, ഒരു മാധ്യമപ്രവർത്തകനായ അജിൻ വർഗീസുമായിട്ടുള്ള ഡോക്ടറുടെ ഒരു ഫോട്ടോ. അന്നേ ഞാൻ വിചാരിച്ചതാണ് ഡോക്ടർ ഉടൻ തന്നെ ഈ അജിൻ വർഗീസുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന്. ഞാൻ വിചാരിച്ച മാതിരി തന്നെ ഡോക്ടറും അജിൻ വർഗീസും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒരു ട്രെയിലറാണ് ഡോക്ടർ ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴമൊഴി ഓർമ്മ വന്നത്. ഈ അജിൻ വർഗീസ് ഡോക്ടറെ വെച്ച് ഏറ്റവും വലുതായിട്ട് ഡീഗ്രേഡ് ചെയ്തിരുന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് വേറെ 2-3 പേരുമായിട്ടുള്ള ഈ അജിൻ വർഗീസിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്യാൻ തന്നെയായിരുന്നു. അന്ന് ഒരേ ഒരു രാജാവ് എന്ന് പറഞ്ഞ് ഡോക്ടറെ ഇഷ്ടംപോണക്ക് കളിയാക്കിയിരുന്ന അവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തി തന്നെയായിരുന്നു ഈ അജിൻ വർഗീസ്. ഇന്ന് ഡോക്ടറെ അങ്ങനെ രാജാവെന്ന് വിളിച്ച അതേ ആളെ കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരേ ഒരു രാജാവ് എന്ന് വീണ്ടും ഈ അജിൻ വർഗീസ് വിളിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ചൊല്ല് നേരായി തന്നെ ഓർമ്മ വന്നു. അപ്പം ഈ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ കൂടെ കുറെ പ്രജകൾ ഉണ്ടായിരുന്നു. രാജാവ് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പ്രജകൾ കല്ലെറിഞ്ഞു, കൂടെ ഞാനും. കാലഘട്ടങ്ങൾ തെളിയിച്ചു എല്ലാവർക്കും ഇടയിലെ ഒരേ ഒരു രാജാവ്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ ഇത് സെല്ലുലോയിഡ് എന്ന ചാനലിന് വേണ്ടി അജിൻ വർഗീസ് ഡോക്ടറുമായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒരു ട്രെയിലറായിട്ട് ഓടിച്ച വീഡിയോ ആണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിയാക്ഷൻ പുറകാലം ഞാൻ ഇടുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഈ വീഡിയോയിൽ അജിൻ വർഗീസ് ഒരു ഉളുപ്പുമില്ലാതെ ഡോക്ടറെ പൊക്കിപ്പറയുന്നതും ഡോക്ടറെ പണ്ട് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്തതിന് പകരമായിട്ട് നല്ലത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതും കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് കണ്ടു. ഒക്ടോബർ 9 ഓർമ്മയുണ്ടോ? 2022 ഒക്ടോബർ 9. ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യൻ, ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരുന്ന വെയിറ്റ് ചെയ്ത് നിന്നതാണ്, എനിക്ക് മിമിക്രി ഒക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോൾ ഡോക്ടർ ഇതിൽ പറയുന്ന 2022 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടറെ കാണാൻ അജിൻ വർഗീസ് റാന്നിയിൽ ആദ്യമായി വന്ന ഒരു സീനാണ് ഡോക്ടർ ഈ പറയുന്നത്. ഡോക്ടർ അത് ഇന്നും മറന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ പിന്നെ കാണുന്നത് ശാലു പേയാടുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഈ അജിൻ വർഗീസ് ശാലു പേയാടിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും മറ്റുമാണ്. അജിൻ വർഗീസ് ശാലു പേയാടിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും മറ്റുമാണ്. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം. മഹത് വ്യക്തിനെ കാണുന്നത് അപ്പൊ ഈ ഛർദിക്കുന്ന കണ്ടപ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നി, കാരണം ഛർദിക്കുന്ന ഒരാൾ വീഡിയോ എടുപ്പിക്കത്തില്ലല്ലോ. ഞാൻ ഛർദിക്കുന്ന വീഡിയോ എത്ര മാസം കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ വന്നത്. റോബിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, വോയിസ് ആയിട്ട് മാറ്റുന്നു. അതൊക്കെ കൂടെ നിൽക്കുമ്പോൾ ചെയ്യുന്നതിന്റെ റീസൺ ഒരു നാൾ പണിയണമെന്ന് ഓർത്തിട്ടല്ലേ? ഉറപ്പായിട്ടും ബ്രോ, അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ അത് വെച്ചേക്കോ. ശരിക്കും അന്ന് അലറുവാനുണ്ടായ കാരണം എന്തുവാ? എവരി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അവർ അത്രയും ലൗഡായിട്ടാണ് സ്നേഹം കാണിക്കുന്നത്. ലാലേട്ടൻ ഇട്ടൊരു സിനിമയുടെ പോസ്റ്ററിലായിരുന്നു. അത് റോബിൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ്. ഡോക്ടർ റോബിന്റെ ആദേശം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ ലാലേട്ടന്റെ പേജിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുന്ന അത്രയും വലിയൊരു കാര്യമൊന്നും അവനെന്തില്ല ഇല്ല. എനിക്ക് ഫെയിമും കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിത്തന്നത് ബിഗ് ബോസ് തന്നെയാണ്. നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് പോയി എന്ത് ചെയ്യും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പുറത്തിറങ്ങി ഞാൻ മീഡിയ എടുത്ത് എന്ത് ചെയ്തു പറഞ്ഞു, മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാരുടെ ഇമോഷൻ, ഇത് കാണുന്ന ജനങ്ങളുടെ ഇമോഷൻ വെച്ച് കളിക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായി എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനിയും ഞാനൊരു കഥ പറയാം. ഇതുവരെ അജിൻ വർഗീസ് പറഞ്ഞ കഥയാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കൂടെ കുറേ പ്രജകളുണ്ടായിരുന്നു. ഈ രാജാവ് പ്രജകളെ ചേർത്ത് നിർത്തി. പക്ഷെ പലതും പ്രതീക്ഷിച്ചു വന്ന ചിലർ തങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവിനെ അടവടലം ഇല്ലാതാക്കാൻ നോക്കി. അതിനുവേണ്ടി കൂടെ നിന്ന് വോയിസ് റെക്കോർഡ് വരെ ചെയ്തു. ഇത്രയും വഞ്ചന, ചതി ഇതൊക്കെ നേരിട്ടിട്ടും പാവൻ രാജാവ് തളർന്നില്ല. കാരണം ഈ രാജാവ് സത്യത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരുപാട് പ്രജകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. പലരും കല്ലെറിഞ്ഞിട്ടും ആ പ്രജകൾ രാജാവിൻ്റെ കൂടെ തന്നെ നിന്നു. കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് രാജാവിനെ കല്ലെറിഞ്ഞ പലരെയും കൊണ്ട് ഇതാണ് നമ്മുടെ ഒരേ ഒരു രാജാവെന്ന് വീണ്ടും പറയിപ്പിച്ചു. അധർമ്മത്തിന് മുന്നിൽ ധർമ്മം വിജയിച്ചു. മുന്നോട്ട് പോവുക ഡോക്ടർ. നിങ്ങളുടെ നന്മയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് ഡോക്ടറുടെ വിജയം. ഡോക്ടർ, നിങ്ങൾ ക്ഷമിക്കാവുന്ന അങ്ങേയറ്റം ക്ഷമിച്ചു. ഇനിയും സ്നേഹം നടിച്ചു വരുന്നവരെ, ഇത്തരം ചതി ഉള്ളിൽ കൊണ്ടുവന്ന് നടക്കുന്നവരെ ഇനിയും വിശ്വസിക്കരുത്, അടുപ്പിക്കരുത്. ഇത്രയും മാത്രമേ ഡോക്ടറോട് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളൂ.
അപ്പോൾ ഇനിയും ഈ ഡോക്ടറിന്റെ